നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഒരു മന്ത്രസിദ്ധി ലഭിക്കുന്ന അഷ്ടമന്ത്രങ്ങളെ പറ്റിയിട്ടാണ്. അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. മന്ത്രങ്ങൾ ജപിക്കുന്ന വ്യക്തികൾക്ക്, അതുപോലെ പ്രാർത്ഥന നാമങ്ങളൊക്കെ ജപിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആ ഒരു മന്ത്രജപത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള ആ ഒരു ശക്തി ആ മന്ത്രത്തിന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പരശുരാമ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഓരോ മന്ത്രങ്ങളും വസിഷ്ഠൻ, അതുപോലെ വിശ്വാമിത്രൻ തുടങ്ങിയ മഹർഷിമാരാൽ, ബ്രഹ്മാവിനാലൊക്കെ ശപിക്കപ്പെട്ടതും അതുപോലെ തന്നെ കീലിതം ചെയ്യപ്പെട്ടതുമാണെന്നാണ് പറയുന്നത്. അതായത് ആ മന്ത്രം മറ്റുള്ള ആളുകൾക്ക് ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കെട്ടിപ്പൂട്ടി വെച്ച അവസ്ഥയിലാണെന്ന് പറയും. ആ ഒരു കെട്ട് നമ്മൾ പൊട്ടിക്കാതെ നമുക്ക് ആ ഒരു മന്ത്രത്തിൻ്റെ സിദ്ധി ലഭിക്കില്ലെന്നാണ് പറയുന്നത്. എങ്കിലും ജപിക്കുന്ന വ്യക്തിയുടെ വിശ്വാസവും അവൻ്റെ ഭക്തിയും അവൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കും മന്ത്രങ്ങൾ ഫലം നൽകുന്ന രീതിയിലാണ് അത് ആചാര്യന്മാർ ശ്രദ്ധാപൂർവം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് മന്ത്രസിദ്ധി ലഭിക്കുന്ന ഒരു മന്ത്രത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതൊരു പരശുരാമൻ്റെ മന്ത്രമാണ്. പരശുരാമൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 6ാമത്തെ അവതാരമാണ്. ധാരാളം ക്ഷേത്രങ്ങളൊക്കെ, വടക്കുംനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രമൊക്കെ പരശുരാമൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ അതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തിൽ പ്രത്യേകം മന്ത്രസിദ്ധിക്കായിട്ട് പറയുന്ന ആ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കാരണം മന്ത്രസിദ്ധി ലഭിക്കാനുള്ള മന്ത്രങ്ങളുണ്ട്. ഇതിൻ്റെ ഈ തടസ്സം കെട്ടിപ്പൂട്ടി വെച്ച മന്ത്രം എന്ന് പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ആ ഒരു കെട്ട് പൊട്ടിക്കാനുള്ള മന്ത്രങ്ങളുണ്ട്. അങ്ങനെ ധാരാളം മന്ത്രങ്ങളുണ്ട് ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ജപിക്കാനായിട്ടുള്ള മന്ത്രങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഇടണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യുക, എങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. അങ്ങനെ വ്യൂസ് കൂടുന്ന അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു ഗുരുപദേശം പോലെയുള്ള അറിവുകളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഈ മന്ത്രജപത്തിനൊക്കെ ഫലം വർദ്ധിപ്പിച്ച് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷപരമായിട്ടോ അല്ലെങ്കിൽ ഹസ്തരേഖാശാസ്ത്രപരമായിട്ടൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ്. ജനനത്തീയതിയും നക്ഷത്രമൊന്നും ഇല്ലാത്ത ആളുകൾ കൈയുടെ ഒരു ഫോട്ടോ ഈ നമ്പറിൽ കാണുന്ന വാട്സപ്പിൽ അയച്ചിട്ട് ചോദിച്ചാൽ മതിയാവും. അങ്ങോട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് പോകാം. ആ മന്ത്രത്തിൻ്റെ കൃത്യമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മന്ത്രത്തിൽ പറയുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ആ മന്ത്രം ഒന്ന് പറയാം. ഓം രാമായണമാം നമ. ഓം ഭൃഗുരാമായ നമ. ഓം സൗമ്യരൂപായ നമ. ഓം കാലചക്രായ നമ. ഓം നിഖിലരൂപായ നമ. ഓം വിശ്വവേദായ നമ. ഓം ശശിരൂപതേ നമ. ഓം ബ്രഹ്മജ്ഞാനിതേ നമ. അപ്പോൾ ഈ ഒരു 8 മന്ത്രങ്ങളും 41 ദിവസമാണ് ജപിക്കേണ്ടത്. 21 തവണ വീതം 2 നേരമാണ് ഈ ഒരു മന്ത്രം നമ്മൾ 41 ദിനം ജപിക്കുമ്പോഴാണ് ഈ ഒരു മന്ത്രത്തിന് സിദ്ധി ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ ജപിക്കുന്ന ഏതൊരു മന്ത്രവും വളരെ വേഗം സിദ്ധി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ആ മന്ത്രത്തിൽ പറയുന്ന ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ സഹായകമായിട്ടുള്ള മന്ത്രമാണ്. ഇതിലും ലളിതമായിട്ടുള്ളതൊക്കെ ഉള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട് ആളുകളുടെ പ്രതികരണം നോക്കിയിട്ട് അത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.